പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. രാജ്യം നടുങ്ങിത്തെരിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുണ്ടക്കയിലെയും ചൂരൽമലയെയും നിരവധി മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ജീവനോപാധികൾ നഷ്ടപ്പെടുകയും ചെയ്ത് ഓർമ്മിക്കുന്നുണ്ടാവും. ഒരു വർഷം തികയാൻ പോവുകയാണ്. നിരവധി മനുഷ്യരുടെ സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ ഉരുളെടുത്ത വാർത്തകൾ റിപ്പോർട്ടറിലൂടെയാണ് മലയാളി പ്രേക്ഷകർ ആദ്യം കണ്ടത്. ഒരുപാട് പേർ സഹായഹസ്തവുമായിട്ടെത്തി. റിപ്പോർട്ടർ നടത്തിയ വാർത്താ ഇടപെടലുകളിലൂടെ ദുരന്തബാധിതർക്ക് നഷ്ടമായ ജീപ്പും ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും സ്ഥാപനങ്ങളും കടകളും മാത്രമല്ല അവരുടെ ജീവിതവും അവർ തിരികെ പിടിക്കാൻ തുടങ്ങി. ഉറ്റവരുടെയും ഇടയവരുടെയും ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെങ്കിലും അതിജീവനത്തിനായി പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പം ചേർന്നു നിൽക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് 20 ദിവസത്തോളം ഉരുൾപൊട്ടൽ മേഖലയിൽ ചിലവഴിച്ച ഞങ്ങളുടെ വാർത്താ സംഘം മടങ്ങിയത്. റിപ്പോർട്ടർ TV ഇംപാക്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി റിപ്പോർട്ടർ TV. റിപ്പോർട്ടർ വാർത്തകളിലൂടെ നിരവധി പേർക്കാണ് സഹായങ്ങൾ ലഭിച്ചത്. ജീപ്പ്, ഓട്ടോ, സ്കൂട്ടർ എന്നിങ്ങനെ 16 വാഹനങ്ങൾ ദുരന്തബാധിതർക്ക് നൽകി. വണ്ടി നോക്കാൻ കഴിയുന്നില്ല. ഈ ന്യൂസ് കണ്ടപ്പോ ചൂരൽമലയിലെ ബഷീർ കയുടെ ചായക്കടയും റജിയേട്ടന്റെ മില്ലും നിസാറിന്റെ ബാർബർ ഷോപ്പുമെല്ലാം ഉരുളെടുത്ത കഥകൾ റിപ്പോർട്ടറിലൂടെ കണ്ട സുമനസ്സുകളും സംഘടനകളും സഹായഹസ്തവുമായി എത്തി. നമുക്കൊപ്പം ദീപക് മോഹനുണ്ട്, വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ചെറിയ കൈത്താങ്ങാണ്. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ കൈത്താങ്ങാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒന്നും പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ദീപക്കുണ്ട്. നമ്മൾ കൊടുത്ത വാഹനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അതിൽ ചില വാഹനങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകിയ പിന്തുണയിൽ അവർക്ക് ലഭിച്ച വാഹനങ്ങൾ കൂടിയാണ്. ദീപക് പൂർണ്ണമായിട്ടും ഹാപ്പി അല്ലെങ്കിലും ചെറിയൊരു ആശ്വാസം ഉണ്ടാവില്ലേ ദീപക് അവർക്കെല്ലാം? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. താങ്കൾ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും സന്തോഷമാണ് അല്ലെങ്കിൽ പോലും ചെറിയ ചില സന്തോഷങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയം ആദ്യം നമ്മൾ ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് നമ്മളുടെ വാർത്താ സംഘം ചെയ്ത വാർത്തകളിലൂടെയൊക്കെ നിരവധി ആളുകളുടെ ജീവനോപാധി നഷ്ടപ്പെട്ട വാർത്തകളൊക്കെ മലയാളികളിലേക്ക് എത്തി. അങ്ങനെ നിരവധി സുമനസ്സുകളുടെ സഹായഹസ്തം കൊണ്ട് 16ലധികം വാഹനങ്ങൾ നമുക്ക് പല ദുരന്തബാധിതർക്കും നൽകാൻ കഴിഞ്ഞു. അങ്ങനെ ചൂരൽമല മുണ്ടക്കയിൽ താമസിക്കുന്ന നമ്മൾ കൊടുത്ത വാഹനങ്ങളിൽ ചില വാഹനങ്ങളും ചില അവരുടെ ആളുകളുമാണ് നമ്മളോടൊപ്പം കൂടുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് സുദർശനിലേക്ക് പോകാം. സുദർശൻ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ, അതായത് സ്കൂൾ റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് എല്ലാ മാധ്യമങ്ങളും കാണിച്ച ഒരു വീടുണ്ട്. തകർന്ന വീടിന് മുകളിൽ ഏറ്റവും ആദ്യം നമ്മളവിടെ എത്തിയപ്പോൾ ഒരു നിരവധി ആളുകളെ അവിടെ നിന്ന് ഫയർഫോഴ്സും ബന്ധപ്പെട്ട അധികൃതരുമെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് സുദർശൻ്റെ വീടിന് മുമ്പിൽ നിന്നാണ്. സുദർശൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സുദർശന് നമ്മൾ നമ്മുടെ ഒരു വാർത്തയിലൂടെ സുദർശൻ ഒരു ജീപ്പ് ലഭിച്ചു. എന്തായിരുന്നു അന്നത്തെ ഒരു? വളരെ സന്തോഷം. ആദ്യം ഗുഡ് മോർണിംഗ് അരുൺ സാർ. പിന്നെ ഫസ്റ്റ് അന്ന് ഉരുൾപൊട്ടൽ ലൈവായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ഫസ്റ്റ് ഈ റിപ്പോർട്ട് ചാനലിനടുത്താണ് എനിക്ക് പിന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ളത്. എന്താ പറഞ്ഞാൽ അന്ന് അവിടെ ഫസ്റ്റായിട്ട് വിഷ്വൽ പകർത്തിയത് നമുക്ക് പരിചയമില്ല. ഇപ്പോഴാണ് ദീപകേട്ടനായിട്ട് ബന്ധങ്ങൾ വന്നത്. ദീപകേട്ടൻ്റെ റിപ്പോർട്ടും ദീപകേട്ടൻ്റെ ആ പ്രവർത്തനം കൂടിയാണ് എനിക്ക് പിന്നെ മുസ്ലിം ലീഗാണ് സംഘടന എന്ന് പറഞ്ഞൊരു ലീഗാണ് എനിക്ക് ജീപ്പ് തന്നത്. അതേമാതിരി ആ ഫസ്റ്റ് അന്ന് ഉരുൾപൊട്ടലിൽ വിഷ്വൽ പകർത്തിയ ദീപകേട്ടനോട് ഒരു 1000 നന്ദി നമ്മൾ ഇതാക്കുകയാണ്. എന്താ പറഞ്ഞാൽ 10-30ഓളം ആൾ അതിൻ്റെ മുകളിൽ വിഷ്വൽ ദീപകേട്ടൻ ആ ലൈവ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. 10-30ഓളം ആളെ നമ്മൾ അന്ന് ആ വീടിൻ്റെ മുകളിൽ ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവരൊക്കെ ഇത്തരത്തിൽ ജീപ്പ് ലഭിച്ച ആളുകളാണ്. അനീഷുണ്ട്, ഷൈജലുണ്ട്, നിയാസുണ്ട്. നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ ചെയ്ത വാർത്തയെ തുടർന്ന് പിന്നീട് ഇമ്പാക്റ്റ് ഉണ്ടായി. അങ്ങനെ ലഭിച്ച വാഹനങ്ങളൊക്കെയാണ്. ഓക്കെ, ദീപക് മോഹൻ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നിരവധി മനുഷ്യരുടെയൊക്കെ മുഖങ്ങളിൽ ചെറിയൊക്കെ പുഞ്ചിരി വരുത്താൻ നമുക്ക് പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടേതല്ല, പൂർണ്ണമായും പ്രേക്ഷകരുടെ പിന്തുണയാണ്, അല്ലേ?